നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 4-ാം അധ്യായം. സൂത ഉവാച. വൈയാസകേരിദിവജസ്തത്വനിശ്ചയമാത്മനഃ ഉപധാര്യമതീം കൃഷ്ണ ഔത്തരേയ സതീം വ്യതാത്. പരീക്ഷിത്തു മഹാരാജാവ് ചോദിച്ച സൃഷ്ട്യാദികളായ ഈശ്വരലീലകളെ ശുഗമുനി ബ്രഹ്മാവിനും നാരദനും തമ്മിലുണ്ടായ സംവാദമുഖേന ബോധിപ്പിക്കുന്നതിന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. രാജാവ് ചെയ്ത ചോദ്യത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പ്രസ്താവിക്കുന്നു. സൂതൻ പറഞ്ഞു, പരമാത്മസ്വരൂപത്തെ ഉറപ്പിച്ചു ബോധിപ്പിക്കുവാൻ തക്കവിധത്തിൽ വ്യാസപുത്രനായ ശുഗബ്രഹ്മർഷി അരുളി ചെയ്തതിനെ നന്നായി ധരിച്ച ഉത്തരാപുത്രനായ പരീക്ഷിത്തു മഹാരാജാവ് ശ്രീഹരി തന്നെ സേവ്യൻ, ഇതര ദൈവമല്ല എന്നുള്ള ഉറപ്പോടുകൂടെ തൻ്റെ ബുദ്ധിയെ സർവപാപങ്ങളെയും നശിപ്പിച്ചു പരമാനന്ദത്തെ നൽകുന്ന ശുദ്ധ സത്വസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ചു. ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു രാജ്യേ ചാവികലേ നിത്യം വിരൂഢാം മമതാം ജഹോ. ശരീരം, ഭാര്യ, പുത്രന്മാർ, രാജധാനി, ഗജാദികളായ മൃഗങ്ങൾ, ഭണ്ഡാരം, ബന്ധുക്കൾ, പരിപൂർണമായ രാജ്യം ഇവയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നതായ മമതയെ, എൻ്റേതെന്നുള്ള അഭിമാനത്തെ വെടിഞ്ഞു. ഇവയൊന്നും എൻ്റേതല്ല എന്ന് നിശ്ചയിച്ചു. എനിക്കവയോടും അവയ്ക്ക് എന്നോടുമുള്ള ചേർച്ച താൽക്കാലികവും അവാസ്തവമാണെന്ന് നിശ്ചയിച്ച് മനസ്സിനെ അവയിൽ നിന്ന് വിടർത്തി. പപ്രച്ഛ ചേമമേവാർത്തം യന്മാം പൃച്ഛത സത്തമാഹ കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധദാനോ മഹാമനാഹ. അല്ലയോ സത്തന്മാരെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതായ ശ്രീഹരി ലീലാസ്വരൂപമായ ഇതേ സംഗതി തന്നെ ശ്രീകൃഷ്ണ പ്രഭാവത്തെ കേൾപ്പാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാമനസ്കനായ പരീക്ഷിത്തു മഹാരാജാവ് ശുഗമുനിയോട് ചോദിച്ചു. പ്രാപഞ്ചിക വിഷയത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ് തുച്ഛവും ഹരികഥാശ്രവണത്തെ ആഗ്രഹിക്കുന്ന മനസ്സ് മഹത്വമാണെന്ന് കാണിപ്പാൻ മഹാമന എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ചയത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢംഗതഃ. തൻ്റെ ശരീരാവസാന കാലം ഇന്നതാണെന്ന് കൃത്യമായി അറിഞ്ഞ ഉടനെ ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചു. ജ്ഞാനാദി ഗുണങ്ങളുടെ പരിപൂർത്തിയോടുകൂടിയ ശ്രീ വാസുദേവനിൽ പരമപ്രേമത്തോടുകൂടെ ആത്മാവായിരിക്കുന്നത് വാസുദേവൻ തന്നെ എന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് ചോദിച്ചു. രാജോവാച. സമീചീനം വജോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഗ തമോ വിശീര്യതേ മഹ്യം ഹരേ കഥയത കഥാം. ഹേ നിർമ്മലനായ ബ്രഹ്മർഷേ, ശ്രീഹരി കഥയെ വർണ്ണിക്കുന്ന അങ്ങയുടെ വാക്ക് ഏറ്റവും നല്ലതു തന്നെ. അതിനെ കേൾക്കുന്ന എൻ്റെ അറിവില്ലായ്മയാകുന്ന അന്ധകാരം നീങ്ങുന്നു. ഭൂയയേവ വിവിത്സാമി ഭഗവാനാത്മമായയാ യതേദം സൃജതേ വിശ്വം ദുർവിഭാവ്യമതീശ്വരൈഃ. ഹേ ഭഗവൻ, ബ്രഹ്മാദികളായ ഈശ്വരന്മാർക്കുകൂടി ഊഹിപ്പിക്കാൻ പോലും കഴിയാത്തതായ ഈ ലോകത്തെ ശ്രീഹരി തൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന സംഗതി വീണ്ടും നന്നായി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഥാ ഗോപായതി വിഭുർ യഥാ സംയച്ഛതേ പുനഃ യാം യാം ശക്തിമുപാശ്രിത്യ പുരുശക്തി പരപ്പുമാൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി ച. സർവവ്യാപിയും സർവശക്തനുമായ പരമപുരുഷൻ ഏതേതു ശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും, എങ്ങനെയാണ് ബ്രഹ്മാദി സ്വരൂപനായിട്ട് ആത്മാവിനെ ബഹുവിധമാക്കി തീർക്കുന്നതും ആ സ്വരൂപങ്ങളെ കൊണ്ട് ഓരോ ലീലകളെ നടത്തുന്നതും. നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരത്ഭുത കർമ്മണഃ ദുർവിഭാവ്യമിവാഭാതി കവിഭിശ്ചാവിചേഷ്ടിതം. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞിരിക്കുന്ന മുനെ, ആശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ നടത്തുന്ന ഭഗവാനായ ഹരിയുടെ വ്യാപാരം
ബ്രഹ്മാദികളായ കവികൾക്കും കൂടി ആലോചിച്ചറിയുവാൻ സാധിക്കാത്തതെന്ന പോലെ തോന്നുന്നു. യഥാം ഗുണാസ്തു പ്രകൃതേ യുഗപത്ക്രമശോഭിവ ബിഭർത്തി ഭൂരിശസ്ത്വേകഃ കുർവൻ കർമാണി ജന്മഭിഃ. ഭഗവാൻ പുരുഷരൂപേണ ഏകനായിട്ട് ബ്രഹ്മാദികളായ ബഹുജന്മങ്ങളെ ഒരേ സമയത്തിൽ സ്വീകരിച്ചിട്ടോ ക്രമത്തിൽ സ്വീകരിച്ചിട്ടോ പ്രകൃതി ഗുണങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിചികിത്സിതമേ ധന്മേ ബ്രവീതു ഭഗവാന്യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദഃ പരസ്മിംശ്ച ഭവാൻ ഖലു. ഭഗവാനായ അങ്ങ് എൻ്റെ ഈ സംശയത്തെ തീർത്തു തരണം. ശബ്ദബ്രഹ്മത്തിൻ്റെയും പരബ്രഹ്മത്തിൻ്റെയും ശരിയായ ജ്ഞാനം അങ്ങേക്കുണ്ടല്ലോ. സൂത ഉവാച ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഗുണാനുകഥനേ ഹരേഃ ഋഷികേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ. സൂതൻ പറഞ്ഞു, ശ്രീഹരിയുടെ ഗുണങ്ങളെപ്പറ്റി പറയണമെന്ന് ഇപ്രകാരം രാജാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ശുഗമുനി സർവേന്ദ്രിയങ്ങളെയും അതാതു വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ഹരിയെ സ്മരിച്ചുകൊണ്ട് മറുപടി പറയുവാൻ തുടങ്ങി. ശ്രീ ശുക ഉവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സമുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാമന്തർഭവായാനുപലക്ഷ്യ വർത്തമനെ. ശ്രീ ശുഗമുനി അരുൾ ചെയ്തു, ഇഷ്ടദേവതാ ഗുരു നമസ്കാരാദി രൂപമായ മംഗളത്തെ ആചരിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടി പ്രകൃതിയുടെ രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളെ അംഗീകരിച്ച ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ മൂർത്തിത്രയത്തെ സ്വീകരിച്ചും സർവപ്രാണികളുടെയും അന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിക്കുന്നതുകൊണ്ട് ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടുകൂടി അപരിച്ഛിന്ന മഹിമാവുമായിരിക്കുന്ന പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. ഭൂയോ നമഃ സദ്വ്രജിനച്ഛിതേ സദാമസംഭവായ അഖില സത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. വിചിത്ര ബലദാതാവായ ഭഗവാന്റെ മഹിമയെ ഓർത്തുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നു. വേദോക്ത ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുവാനും അധർമ്മിഷ്ഠന്മാരെ സംഹരിപ്പാനും വേണ്ടി അതാതു കർമ്മഫലങ്ങളെ കൊടുക്കുന്ന സകല ദേവതാ സ്വരൂപനായും പരമഹംസാശ്രമത്തിലിരുന്ന് പരമാത്മസ്വരൂപത്തെ അന്വേഷിക്കുന്നവർക്ക് പരമാത്മാവായ തൻ്റെ ആ സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്ന പരമഗുരുവായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് വീണ്ടും നമസ്കാരം. നമോ നമസ്തേ ഋഷഭായ സാത്വതാം വിദൂരകാഷ്ഠായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസ സ്വദാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും അഭക്തന്മാർക്ക് എത്ര തന്നെ ശ്രമിച്ചാലും അറിവാൻ കഴിയാത്ത ദൂരത്തിലിരിക്കുന്നവനും സാദൃശ്യമോ അതിശയമോ ഇല്ലാത്ത വിധം അതിമഹിമയോടുകൂടിയ ഐശ്വര്യം നിമിത്തം സ്വരൂപമായ ബ്രഹ്മത്തിൽ എപ്പോഴും ആനന്ദിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. യത്കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിദുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. സർവസാധനങ്ങളിൽ വെച്ചും ഭക്തിയോഗം തന്നെ ശ്രേഷ്ഠം എന്നതിനെ സ്മരിച്ചുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നു. യാതൊരുവൻ്റെ കഥകളെ കീർത്തിക്കുകയും യാതൊരുവൻ്റെ സ്വരൂപത്തെ സ്മരിക്കുകയും യാതൊരുവൻ്റെ മൂർത്തിയെ കാണുകയും വന്ദിക്കുകയും യാതൊരുവൻ്റെ ചരിത്രം കേൾക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിനാൽ ലോകം കാലതാമസം കൂടാതെ ക്ഷണത്തിൽ പാപത്തിൽ നിന്ന് വേറിടുന്നുവോ, ഏറ്റവും മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. വിചക്ഷണ യച്ചരണോപസാദനാത് സംഗം വ്യുദസ്യോ ഭയദോന്തരാത്മനഃ വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാസ്തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിഞ്ഞ വിവേകികൾ ആത്മസ്വരൂപനായ ആരുടെ പാദത്തെ സർവാത്മഭാവേന ഭജിക്കുന്നതുകൊണ്ട് മനസ്സിനെ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ഭോഗകാംക്ഷയിൽ നിന്ന് പിൻവലിച്ചിട്ട് കഷ്ടം കൂടാതെ തന്നെ ബ്രഹ്മാത്മഭാവത്തെ പ്രാപിക്കുന്നുവോ, മംഗളപ്രദയായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കുന്നു. തപസ്സിനോ ദാനപരാ യശസ്സിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം
തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. ഭക്തിയില്ലാത്തവർക്ക് എന്തൊന്നുണ്ടായാലും ബലമില്ലെന്നുള്ളതിനെ പ്രകാശിപ്പിച്ചും കൊണ്ട് നമസ്കരിക്കുന്നു. തപസ്, ദാനം, യശസ്സിന് കാരണമായ വീര്യ, ശൗര്യ, പാണ്ഡിത്യാദി, അഷ്ടാംഗയോഗം, മന്ത്രം, സദാചാരം എന്നിവയെല്ലാം ആരിൽ സമർപ്പിക്കാതിരുന്നാൽ അതാതിൻ്റെ പരമബലഭൂതമായ സുഖത്തെ കൊടുപ്പാൻ സമർത്ഥങ്ങളാകാതെ തന്നെ ഇരിക്കുന്നുവോ, മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കുന്നു. ഹിരാണഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസ ആബീരഗംഗാ യവനാകസാദയഃ യേനേജ പാപാ യദുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. മൃഗാദി പ്രാണികളെ കൊന്നുതിന്ന് ജീവിക്കുന്ന കിരാതന്മാർ സദാചാരരഹിതന്മാരായിട്ട് ദ്വീപാന്തരങ്ങളിൽ വസിക്കുന്ന വെളുത്ത നിറമുള്ള ഒരുതരം മനുഷ്യർ, വംശശുദ്ധിയില്ലാത്ത ഒരുവിധം താണജാതിക്കാരായ ആന്ധ്രന്മാർ, ചെമ്പിച്ച നിറമുള്ള ഒരു ജാതി മലയന്മാരായ പുളിന്തന്മാർ, പശ്വാദികളെ കൊല്ലുന്ന പുൽക്കസന്മാർ, കഴുമാംസം തിന്നുന്ന കങ്കന്മാർ, ശൗചാദികളില്ലാത്ത യവനന്മാർ, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന കസന്മാർ എന്നിങ്ങനെയുള്ളവരും മറ്റനേകതരം പാപപ്രവൃത്തികളെ നടത്തുന്നവരും ഭഗവത് ഭക്തന്മാരുടെ സംസർഗം നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിച്ച് പരമപദവിയെ പ്രാപിച്ചിരിക്കുന്നു. സർവത്തിനും ശക്തനായിരിക്കുന്ന ആ പ്രഭുവിനായിക്കൊണ്ട് നമസ്കാരം. ഭക്തി സകല പാപത്തെയും തീർക്കുമെന്നു സാരം. സ ഏഷ ആത്മാത്മവദാമതീശ്വര സ്ത്രയീമയോ ധർമ്മമയസ്തപോമയഃ ഗതവ്യളീകൈരജശങ്കരാദിഭിർ വിധർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ബുദ്ധിക്ക് ചാഞ്ചല്യമില്ലാതിരിക്കുന്ന വിചാരശീലന്മാർ ആത്മാവായിട്ടും കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ സർവകർമ്മ ബലദാതാവായിട്ടും ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവർ ധർമ്മസ്വരൂപനായിട്ടും ഉപാസകന്മാർ തപബലത്തെ കൊടുക്കുന്നവനായിട്ടും ആരെയാണോ സേവിക്കുന്നത്, നിഷ്കപടഭക്തന്മാരായ ബ്രഹ്മാവ്, ശിവൻ മുതലായവരാൽ കൊണ്ട് ആശ്ചര്യത്തോടുകൂടെ കാണപ്പെടുവാൻ യോഗ്യമായ സ്വരൂപത്തോടുകൂടിയ ആ ഭഗവാൻ പ്രസാദിക്കണം. ശ്രിയപതിര്യജ്ഞപതി പ്രജാപതിർ ദിയാം പതിർലോകപതിർധരാപതിഃ പതിർഗതിശ്ചാന്തക വൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതിഃ. എല്ലാം പാലിക്കുന്നവൻ ഭഗവാൻ എന്ന തത്വത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ ഭർത്താവും യത്നവിഘ്നങ്ങളെ തീർത്തു രക്ഷിക്കുന്നവനും പ്രജാഭിവൃദ്ധിയെ വരുത്തുന്നവനും ബുദ്ധീന്ദ്രിയാദി തത്വങ്ങളെ അതാത് വ്യാപാരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നവനും ലോകങ്ങളെ സൃഷ്ടിച്ചവനും ഭൂമിയെ ഉറപ്പിച്ചവനും അന്തകന്മാർ, വൃഷ്ണികൾ മുതലായ ഭക്തന്മാരെ പാലിക്കുന്നവനും അവർക്ക് പ്രാപ്യസ്ഥാനവുമായി ഭവിച്ചവനും സത്തുക്കളെ സർവപാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമായ ആ ഭഗവാൻ പ്രസാദിക്കണം. യദംഗ്രനുദ്യാന സമാധിഗൗദയ ദിയാനുപശ്യന്തി ഹി തത്വമാത്മനഃ വദന്തി ചൈതത് കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ആരുടെ പദധ്യാനമാകുന്ന സമാധിയുടെ അഭ്യാസങ്ങൾ നിർമ്മലയായ ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ അറിയുന്നുവോ, യാതൊന്നിനെ അറിഞ്ഞവർ അവരുടെ രുചി പോലെ സഗുണമായും നിർഗുണമായും വർണ്ണിക്കുന്നുവോ, ജ്ഞാനപരിപൂർണനും മുക്തിപ്രദനുമായ ആ ഭഗവാൻ മുകുന്ദൻ എൻ്റെ പേരിൽ പ്രസാദിക്കണം. പ്രചോദിതായേന പുരാ സരസ്വതി വിധന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണ പ്രാദുരഭൂത്കിലാശ്രിതഃ സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. കൽപ്പാദികാലത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ലോകസൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തയെ ജനിപ്പിച്ച യാതൊരുവൻ്റെ പ്രേരണയാൽ ശിക്ഷ കൽപ്പാദികളായ ശാസ്ത്രങ്ങളോടുകൂടിയും അസാധാരണ മാഹാത്മ്യമുള്ളതുമായ വേദവാണി ബ്രഹ്മമുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചുവോ, ജ്ഞാനപ്രദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ പേരിൽ പ്രസാദിക്കണം. ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരാ വിഭൂർ നിർമായ ചേതേ യദമോഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. തൻ്റെ വാക്കിന് കേൾക്കുന്നവരെ ആനന്ദിപ്പിക്കാനുള്ള ഗുണവും ശൃംഗാര കരുണാദി രസപുഷ്ടിയും ഉണ്ടായി വരണമെന്ന് അന്തര്യാമി രൂപേണ വസിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന യാതൊരുവൻ മഹാഭൂതങ്ങളെക്കൊണ്ട് സർവ്വശരീരങ്ങളെയും സൃഷ്ടിച്ചിട്ട് 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ശരീരങ്ങളിൽ
അവയെല്ലാറ്റിനെയും അതാതു വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന പുരുഷനായിട്ട് അന്തര്യാമിയായിട്ട് അവയിൽ വസിക്കുന്നുവോ ആ ഭഗവാൻ എൻ്റെ വാക്കുകൾക്ക് വേണ്ടുന്ന രസാലങ്കാരാദി ശോഭയെ ഉണ്ടാക്കി തീർക്കണം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ എന്മുഖാംബുരുഹാസവം. ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസരെ നമസ്കരിക്കുന്നു. യാതൊരുവൻ്റെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകിയ ജ്ഞാനാത്മകമായ മകരന്തത്തെ പരമശാന്തന്മാർ പാനം ചെയ്യുന്നുവോ മഹാ തേജസ്വിയും ജ്ഞാനപരിപൂർണനുമായ ആ വ്യാസനായിക്കൊണ്ട് നമസ്കാരം. ഏതദേവാത്മഭൂരാജൻ നാരദായ വിഭൃച്ഛതേ വേദഗർഭോഭ്യധാ സാക്ഷാത് യഥാഹകരിരാത്മനഃ. ഹേ രാജാവേ, അങ്ങ് എന്നോട് ചെയ്തതായ ഈ സംഗതിയെ തന്നെ ശ്രീ നാരദ മഹർഷി അച്ഛനായ ബ്രഹ്മദേവനോട് പണ്ട് ചോദിച്ചു. വേദത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ ശ്രീ വാസുദേവൻ കൽപ്പാദിയിൽ തനിക്ക് ഉപദേശിച്ചതായ ആ സംഗതിയെ തന്നെ പുത്രനായ നാരദരോട് പറഞ്ഞു. 4-ാമത്തെ അധ്യായം സമാപിച്ചു. 5-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.